ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കിഡ്സിൻ്റെ ഫ്രോക്കിനും അതുപോലെ തന്നെ ബ്ലൗസൊക്കെ ഉണ്ടല്ലോ, ബ്ലൗസിനൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി നെക്ക് ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കറക്റ്റ് അളവിലുള്ള കുട്ടിയുടെ അളവിലുള്ള ഒരു പീസ് ക്ലോത്ത് ബോഡി പാർട്ട് ഞാനവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു പീസ് ഡോരിയാണ്. ഇതുപോലെ ഒരു ഡോരി നമുക്ക് വേണം. അപ്പോൾ ഡോരി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. ആ ഡോരി നമ്മൾ ആ കറക്റ്റ് കഴുത്തിൻ്റെ സെൻറ്ററിൽ ഒന്ന് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം നമുക്കത്. ഇപ്പോൾ ഡോരി അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ കഴുത്തിൻ്റെ ആ സെൻറ്ററിൽ നമുക്കൊരു വി ഷേപ്പുള്ള ഒരു ചെറിയൊരു നെക്കും കൂടെ അവിടെ വേണം. അപ്പോൾ ഞാൻ വേറൊരു പീസ് തുണി അവിടെ വെച്ചതിന് ശേഷം ആ ഒരു വി നെക്ക് അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. തുണി നമുക്ക് ഉള്ളിലേക്ക് മറിച്ചിടാം. അപ്പോൾ അവിടെ ഒരു വി നെക്ക് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇതിൻ്റെ പെയറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സ്കേർട്ടോ അല്ലെങ്കിൽ പലാസോ ആണെങ്കിൽ അതിൻ്റെ ഒരു പീസ് തുണി എടുത്തതിന് ശേഷം 3 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് നീളവും ഉള്ള തുണി എടുത്തതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടെടുക്കുക. ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ടെടുക്കണം. ഞാനിവിടെ ഹക്കോബയുടെ തുണിയാണ് എടുത്തിരിക്കുന്നത്. ആ പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ട് നമുക്കതിൻ്റെ സെൻറ്റർ ഒന്ന് നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു സൈഡ് മടക്കി അടിക്കാം. ഞാനിപ്പോൾ ഇവിടെ മടക്കി അടിക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സൈഡ് മടക്കി അടിക്കുക. ഷോൾഡറിൽ വെക്കുന്ന സൈഡല്ല, നമ്മുടെ നെക്കിനോട് ചേരുന്ന ആ സൈഡ് ഉണ്ടല്ലോ, ആ ഭാഗം ഒന്ന് മടക്കി അടിക്കാം. അതിന് ശേഷം ഇപ്പോൾ ഷോൾഡറിൽ നിന്ന് അത് വെച്ച് തുടങ്ങാം. നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം അത് കറക്റ്റ് റൗണ്ടിൽ ഒന്ന് പിടിപ്പിച്ച് വെക്കുക. ആ ഒരു നെക്കയിലേക്ക് നമ്മളിപ്പോൾ പിടിപ്പിക്കുന്നത് തുണിയുടെ ചീത്ത സൈഡിലാണ്, നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ചീത്ത സൈഡിലാണ് പിടിപ്പിക്കുന്നത്. അതിന് ശേഷം അത് നല്ല സൈഡിലേക്ക് മറിച്ചിടാനുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ തുണി ഞാൻ സൈഡ് മടക്കി അടിക്കാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് മടക്കി വെക്കുന്നുണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡൊന്ന് മടക്കി അടിച്ചതിന് ശേഷം ചെയ്യുക. അപ്പോൾ നമുക്കത് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് അത് അടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം ഇപ്പുറത്തെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ല വശത്തേക്കത് മറച്ച് വെച്ചിട്ട് പതിച്ചടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കണ്ടോ, നല്ല വശത്തേക്ക് നമുക്കിതിങ്ങനെ തിരിച്ച് വയ്ക്കാം. തിരിച്ച് വെച്ചതിന് ശേഷം ആ സൈഡ് വഴി നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് അടിക്കാം. തയ്യൽ തുമ്പല്ല, പതിച്ചടിക്കില്ലേ നമ്മൾ, അതുപോലെ പതിച്ചടിക്കണം. അപ്പോൾ ആ ഒരു ഡോരി നമ്മളവിടെ വെച്ചേക്കണത് കറക്റ്റ് ആ സെൻറ്ററിലേക്ക് ആക്കി വയ്ക്കുക. അതിന് ശേഷം അടിച്ചെടുക്കുക. അപ്പോൾ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമുക്ക് അടിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നെക്കാണിത്. കുട്ടികൾക്കായിരിക്കും കൂടുതൽ ഭംഗിയായിട്ടിരിക്കുക. നമ്മുടെ പീറ്റർ പാൻ കോളറൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇത് ഫ്രില്ലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ആ ഒരു ഡോരി ഉണ്ടല്ലോ, ആ ഡോരി നമുക്ക് കറക്റ്റ് സെൻറ്ററിൽ കെട്ടാൻ പാകത്തിനുള്ളതാണത്. ഞാനിതിൻ്റെ ഷോൾഡറും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ തന്നെ തുണി കൊണ്ട് നമുക്ക് പലാസോ തയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഒരു മാച്ചിങ് ആയിട്ടിരുന്നോളൂ. പലാസോയും ഈ ഒരു ടോപ്പും കൂടെ ആകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.